അഴിഞ്ഞാട്ടം, ജോൺസിൻ്റെ അഴിഞ്ഞാട്ടം, വേറൊന്നും പറയാനില്ല. കുറച്ച് പണ്ടോട്ട് തന്നെ ഈ ഇംഗ്ലീഷ് ഫിലിംസൊക്കെ കാണുന്നുണ്ട്, കുറേ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് കാണാൻ പറ്റിയിട്ടുണ്ട്. ബട്ട് അതിൽ തന്നെ എൻ്റെ ഏറ്റവും ലീസ്റ്റ് ഫേവറേറ്റ് ആക്ടേഴ്സിൽ ഒരാളായിരുന്നു ജോൺസൺ. ഒരാഴ്ച മുന്നേ വരെ സൂയിസൈഡ് സ്ക്വാഡിലാണെങ്കിലും ഇനിയിപ്പോൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലാണെങ്കിലും അങ്ങനെ ഒരുപാടൊന്നുമില്ലെങ്കിലും ജോൺസണിൻ്റെ ഞാൻ കണ്ട ഒരു പടത്തിലും എനിക്ക് അയാളെ ഇഷ്ടമായിട്ടില്ല. പക്ഷേ എൻ്റെ മോനെ പീസ് മേക്കർ അതൊരു സംഭവമാണ്. നിങ്ങൾ എന്നെപ്പോലെ ജോൺസനെ അറിയാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് പീസ് മേക്കർ കണ്ടോക്ക്. ഈ ടൈലർ മെയ്ഡ് ക്യാരക്ടർ എന്ന് പറയില്ലേ, അതന്നെ ജോൺസിനൊക്കെ വേണ്ടിയിട്ട് ടൈലർ മെയ്ഡ് ക്യാരക്ടറാണ് പീസ് മേക്കർ. സത്യം പറഞ്ഞാൽ അയാൾ ഇതിൽ അഭിനയിക്കുമല്ല, ജീവിക്കുമോ ഇതിന് പറയാം. അമ്മാതിരി പെർഫെക്ഷൻ ഞാൻ ഇതുവരെ കണ്ട ജോൺസണിൻ്റെ ഏത് പടത്തിലും. ഇനിയിപ്പോൾ WWF അഭിനയിച്ചതിനേക്കാളും കിഡിലിനായിട്ടും മേനയായിട്ടും അഭിനയിച്ചത് പീസ് മേക്കറിലാണെന്ന് പറയാം. 2022 ഫസ്റ്റ് സീസൺ ഇറങ്ങുമ്പോൾ ഈ DC ഫാൻസ് അല്ലാണ്ട് വേറെ ആർക്കും ഇതിനെപ്പറ്റി വലിയ അറിവൊന്നും ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് ഇപ്പോൾ ഇതിന് അന്നേരം ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഇന്ന് സെക്കൻഡ് സീസണിൻ്റെ ഇൻട്രോ സോങ് തൊട്ട് ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിനെയും ഓരോ മൂമെൻറ്റ്സിനെയും ഈ ജനങ്ങൾ ആഘോഷിക്കുന്നു. ഈ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നാൽ സത്യം പറയാലോ എൻ്റെ ഫീൽഡിലൊക്കെ മൊത്തം പീസ് മേക്കറിൻ്റെ അഴിഞ്ഞാട്ടാണ്. എന്നതിനൊക്കെ കാരണം ഒറ്റ മനുഷ്യനാണ്, ജെയിംസ് ഗൺ. ഇയാളെന്നാ പറയുക, ഈ മാർവലിലും DCയിലും രണ്ടിലും ഒരേപോലെ ഹിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ ഇയാൾ മാത്രമായിരിക്കും. ഞാൻ പണ്ട് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ഒക്കെ കാണുമ്പോൾ ഇതിൻ്റെ ഡയറക്ടർ പേരൊന്നും നമ്മൾ അന്വേഷിക്കാൻ നിന്നിട്ടില്ല. പക്ഷേ എനിക്ക് അതിൻ്റെ മേക്കിംഗ് അന്നേരം തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇയാളെ വ്യൂ ചെയ്യുന്ന എല്ലാം ഭയങ്കര വൈബ്രൻ്റ് ആയിരിക്കും. കളേഴ്സൊക്കെ ഭയങ്കര സാച്ചുറേറ്റഡും നല്ല രസമാണ് കണ്ടിരിക്കാൻ. ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയിൽ മാത്രമല്ല DCയിലെ സൂയിസൈഡ് സ്ക്വാഡ് ആയി കഴിഞ്ഞാലും ഈ DC മൂവീസിൻ്റെ പൊതുവെയുള്ളൊരു കളർ പാറ്റേണും അതിൻ്റെ ഒരു ടെറൈനൊക്കെ കുറേ വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫാൻസിനിടയിൽ ഈ ജെയിംസ് ഗണ്ണിന് അത്യാവശ്യം നല്ല വാല്യൂ ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെയാണ് ഇയാൾ പീസ് മേക്കറിലും ചെയ്തത്. നല്ല വൈബ്രൻറ്റ് വിഷ്വൽസാണ്, അതിനനുസരിച്ച് സ്റ്റോറിയും ഈ ക്യാരക്ടേഴ്സിന് പറ്റുന്ന രീതിയിൽ ട്യൂക്ക് ചെയ്തിട്ടുണ്ട്. 2022 പീസ് മേക്കറിൻ്റെ ഫസ്റ്റ് സീസൺ ഇറങ്ങുന്നത്. അന്നേരം ഞാൻ പീസ് മേക്കർ കണ്ടിട്ടില്ല. പൊതുവേ ഞാൻ എൻ്റെ മാർവൽ ഫാൻ ആയതുകൊണ്ടും പിന്നെ ഈ സൂയിസൈഡ് സ്ക്വാഡിൽ എനിക്ക് ഈ പീസ് മേക്കറിൻ്റെ ക്യാരക്ടർ വലിയ ഇഷ്ടമാവാത്തതുകൊണ്ടും ഞാനിത് കാണാൻ നിന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരാഴ്ച മുന്നെയാണ് ഞാൻ മൊത്തം 2 സീസണും കൂടെ ബിഞ്ച് വാച്ച് ചെയ്ത് തീർത്തത്. എന്താ പറയുക, ഇതിൽ ഓരോ ക്യാരക്ടറും ഇപ്പം നമ്മൾ ജോൺസണിൻ്റെ പീസ് മേക്കർ ക്യാരക്ടറിനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രമല്ല ഇതിൽ വിജിലാൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ട്. ഒരു ഡെഡ് പൂളിൻ്റെ ഒക്കെ ഒരു സ്വഭാവമാണ്, ഭയങ്കര കോമിക്കലാണ്, നല്ല രസമാണ് ആ ക്യാരക്ടർ. അതുപോലെ തന്നെ ഇതിലൊരു ഈഗിളിൻ്റെ ക്യാരക്ടർ ഉണ്ട്. എങ്ങനെയാണെന്നൊന്നും അറിയില്ല, ആ സാധനം ഫ്രെയിമിൽ വരുമ്പോൾ ചിരിക്കാൻ തുടങ്ങും. ഇതുപോലെ തന്നെ അതിലെ ബാക്കി ക്യാരക്ടറും എല്ലാവരും ഒന്നിനൊന്ന് വെച്ചാണ്. ഇതേ സംഭവം തന്നെയാണ് സീസൺ 2 സംഭവിക്കുന്നത്. സ്റ്റോറിയിലും കഥയിലൊക്കെ കുറച്ച് ഡിഫറൻസ് കൊണ്ടുവന്നല്ലാണ്ട് ക്യാരക്ടേഴ്സിൻ്റെ സ്വഭാവത്തിന് ഓരോ ബിൽഡിങ്ങിലൊന്നും ഒരു മാറ്റമില്ല. അതേ എനർജി, അതേ ഫൺ. സീസൺ 1 സീസൺ 2 വരുമ്പം ആകെ മാറിയത് ഇപ്പോൾ പഴയ DC മാറി പുതിയ DC ആയല്ലോ, ജെയിംസ് ഗണ്ണിൻ്റെ അണ്ടറിലല്ലേ. അതിനനുസരിച്ചുള്ള കുറച്ച് ട്യൂക്കിങ്ങും ഈ പഴയ DCയിലൊക്കെയുള്ള ജസ്റ്റിസ് ലീഗിനൊക്കെ മാറ്റി പുതിയ ജസ്റ്റിസ് ലീഗിനെ കൊണ്ടുവന്നതും അങ്ങനെയൊക്കെയുള്ള കുറച്ച് മാറ്റങ്ങൾ. മാത്രമല്ല ഈ സെക്കൻഡ് സീസൺ ഇപ്പോൾ DCയുടെ സൂപ്പർമാൻ കഴിഞ്ഞിട്ടിറങ്ങിയുണ്ട്. അതുമായിട്ട് ഡയറക്റ്റ് ലിങ്ക്ഡ് ആയിട്ടാണ് വരുന്നത്. നമ്മളെ ലെക്സ് ലൂഥറെല്ലാം ഇതിൽ അപ്പിയർ ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ജെയിംസ് ഗൺ പതിയെങ്കിലും DCക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു വേൾഡ് തന്നെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിന് പറ്റിയ ഒരാളെയാണ് ഇയാൾക്ക് ഈ ബേസ് ലെവലിൽ കിട്ടിയിട്ടുള്ളത്. പീസ് മേക്കറിൻ്റെ അടുത്ത സീസണിന് വേണ്ടിയിട്ട് ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ഈ പീസ് മേക്കർ DCയുടെ ഈ ഒഫീഷ്യൽ വേൾഡിൽ പെടുന്നുണ്ട്. ഇനി വരാനുള്ള DC പടങ്ങളിലൊക്കെ ചിലപ്പോൾ പീസ് മേക്കറിൻ്റെ ക്യാമിയോ പ്രതീക്ഷിക്കാം. ഞാൻ ഭയങ്കര ഹൈപ്ഡാണ്. മാത്രമല്ല ഇന്നലെ ഒരു ന്യൂസ് ആയിട്ടത് റയാൻ റെയ്നോൾഡ്സ് നമ്മളെ ഡെഡ് പൂളില്ലേ മാർവലത്തെ, ഈ ഡെഡ് പൂൾ ജെയിംസ് ഗണ്ണിനോട് ഈ പീസ് മേക്കറും ഡെഡ് പൂളും തമ്മിലൊരു ക്രോസ് ഓവറിനെ പറ്റി സംസാരിച്ചു എന്നൊക്കെ കേട്ടു. റൂമർ ആവാൻ ചാൻസ്. എന്നാലും അതൊക്കെ നടക്കുവാണെങ്കിൽ അതൊരു സംഭവനായിരിക്കും. കാരണം രണ്ടും അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഇപ്പോൾ പീസ് മേക്കറിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാലും ഈ കോമഡിയും ഫണ്ണും വൈബ്രൻറ്റ് വിഷ്വൽസും ഒക്കെ ആണെന്ന് വെച്ച് പടം ഫുൾ R-rated ആണ്. ചോരക്കളി, ന്യൂഡിറ്റി, അങ്ങനെ എല്ലാം ഉണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ മാർവലിൻ്റെ ഡെഡ് പൂളും. പക്ഷേ ആകെ ഡെഡ് പൂളിൽ നിന്ന് പീസ് മേക്കറിൻ്റെ ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പീസ് മേക്കറിൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാ കാര്യവും പക്ക ട്രാജഡിയാണെന്ന് മാത്രമാണ്. അതായത് ഈ സീസൺ 2 ഒക്കെ തുടങ്ങുന്ന ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ലാസ്റ്റ് എപ്പിസോഡ് വരെ ഫുൾ ട്രാജഡി. എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു എപ്പിസോഡിൽ ഒരാളങ്ങ് വിസിറ്റ് ചാവും, അമ്മാതിരി നെഗറ്റീവ്. അതുകൊണ്ട് തന്നെ ഇത് സ്ട്രിക്ട്ലി 18+ ആണ്. നിങ്ങൾ DCൻ്റെ ഒരു ഫാൻ ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് കഴിഞ്ഞ സൂപ്പർമാൻ ഇഷ്ടമായെങ്കിലും ഇഷ്ടമായിട്ടെങ്കിലും മസ്റ്റായിട്ട് പീസ് മേക്കർ കാണണം. ഇത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് പറയാം. കാണാത്തവർ മസ്റ്റായിട്ടും കാണുക. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു Kelvin's POV.